ഒരു പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അനുകൂല നിലപാടും സ്വീകരിക്കുന്നില്ല. രണ്ടാഴ്ചയോളമായി ഞാൻ കണ്ണൂരിലെ DIG കമ്മീഷണർ ഓഫീസുകൾ കയറി ഇറങ്ങുകയാണ്. ബന്ധപ്പെട്ട ഒരു രേഖകളും അവർ കാണിക്കാൻ തയ്യാറാവുകയോ വിഷ്വൽസ് ഒന്നും കാണിക്കാൻ തയ്യാറാവുകയോ ഒന്നും ചെയ്യുന്നില്ല. ഇത് സർക്കാരും പോലീസും ഒത്തുകളിക്കുകയാണെന്നാണ് തോന്നുന്നത്. കാരണം എൻ്റെ മകൻ്റെ നീതിക്ക് വേണ്ടിയാണ് ഞാൻ ഇറങ്ങിയത്. പക്ഷേ ഇന്നിപ്പോൾ മകന് നീതിയല്ല, പകരം അനീതിയാണ് കിട്ടുന്നത്. ഇന്നത്തെ ദിവസം നിങ്ങൾക്കറിയാമോ, ഇന്ന് നീറ്റ് എക്സാം നടക്കുന്ന ദിവസമാണ്. കഴിഞ്ഞ ഇതേ വർഷം ഞാൻ എൻ്റെ മകനെ കൊണ്ട് നീറ്റ് പരീക്ഷ എഴുതിച്ചാണ് ഇവിടെ അഡ്മിഷൻ സ്റ്റേറ്റ് മെറിറ്റിൽ കൊണ്ടുവന്നത്. അവൻ എന്നിട്ടും വീണ്ടും ആ കോളേജ് അറിയാതെ നീറ്റ് പരീക്ഷയ്ക്ക് ഇപ്പോൾ ഫീസ് അടയ്ക്കുകയും ഇന്ന് പരീക്ഷ എഴുതാൻ ഞാൻ കൊണ്ടുപോകേണ്ടതുമായിരുന്നു എൻ്റെ മകനെ. ആ മകനെയാണ് ജാതിയുടെ പേരിൽ ആ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ നരാധിപന്മാർ അവനെ കൊലപ്പെടുത്തിയത്. അതിലത്രയും വിഷമമുണ്ട്. അല്ലെങ്കിൽ ഇന്ന് അവൻ പരീക്ഷയിൽ ഉയർന്ന മാർക്ക് വാങ്ങി മെഡിക്കലിൽ MBBS സീറ്റ് നേടേണ്ട ഒരു കുട്ടിയെയാണ് ആ റാമും സംഗീതയും എല്ലാം കൊന്നത്. എന്തുകൊണ്ട് എന്നോട് ഈ അനീതി കാണിക്കുന്നു? എന്നെ ACPയുടെ ഓഫീസിൽ വെച്ച് എന്നെ എൻ്റെ കുടുംബത്തെയും വീഡിയോ ചിത്രീകരിച്ചാണ് അവർ ഇത് ചെയ്തിരിക്കുന്നത്, ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ 161 ആക്ട് പ്രകാരം പട്ടികജാതിയിൽപ്പെട്ട ഒരാളെ പോലും വീഡിയോ ചിത്രീകരിച്ചതെന്ന് ചെയ്യാൻ പാടില്ല എന്നാണ് എൻ്റെ വക്കീൽ എന്നോട് പറഞ്ഞത്. എനിക്കപ്പോഴും അറിയില്ലായിരുന്നു, എന്നാൽ ഞാൻ എതിർത്തന്നെയായിരുന്നു. അത്രത്തോളം വളരെ മ്ലേച്ഛകരമായ ഒരു കാര്യങ്ങളാണ് ഓരോ ദിവസം കഴിയുന്നവരെ അവർ ചെയ്യുന്നത്. എന്താ റാമിനെ പിടിക്കാത്തത്? റാം സ്റ്റേറ്റിന് വെളിയിലുണ്ടെന്ന് പറയുന്നു, ഇപ്പോൾ ലാസ്റ്റ് പറയുന്നത് തെലുങ്കാനയിലുണ്ടെന്ന്. ഇത് അധികാരികളുടെ അടുത്ത് തന്നെയാണ് റാമുള്ളത്, അതിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് ഓരോ കേസുകളിലും കേരള പോലീസ് അവരുടെ പല വിന്യാസങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അപ്പോഴത്തന്നെ ഓരോ പ്രതികളെയും പിടിക്കുന്നു. പക്ഷേ എന്തുകൊണ്ട് ഇദ്ദേഹത്തെ പിടിക്കുന്നില്ല? എൻ്റെ മകനെ കൊലപ്പെടുത്തിയ റാമിനെ പിടിക്കുന്നില്ല? സംഗീതയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ ഊഷ്മള സ്വീകരണമല്ലേ നൽകിയത്, അവരെന്തുകൊണ്ട് പിടിക്കുന്നില്ല? അപ്പോൾ ഇതെല്ലാം കൂടെ ഒത്തുകളിയാണ്. ഒത്തുകളിയെന്ന് പറഞ്ഞാൽ ഒത്തുകളിയാണ്. ഞാൻ എത്രയോ ദിവസം കൊണ്ട് DIG ഓഫീസും ബാക്കി എല്ലാ ഓഫീസുകളും കയറി ഇറങ്ങുന്നു. പക്ഷേ അവർ ഇപ്പോൾ പറയുന്നു ക്രൈം ബ്രാഞ്ച് ഓഫീസിലേക്ക് ഫയൽ നീക്കിയിട്ടുണ്ട്. നിങ്ങൾക്കറിയുമോ, ഇന്ന് 6 ദിവസമായി ഞാൻ അവിടെ കയറി ഇറങ്ങുകയാണ്, ഫയൽ ഇതുവരേക്കും വന്നിട്ടില്ല. ഞാൻ എന്ത് രേഖകളാണ് ഹൈക്കോടതിയിൽ റാമിനെതിരെ കൊടുക്കേണ്ടത്? റാം ഹൈക്കോടതിയെ ജാമ്യത്തിനായി സമീപിച്ചിരിക്കുകയാണ്. പക്ഷേ എനിക്ക് രേഖകളോ വിഷ്വൽസുകളോ ഇവർ തരുന്നില്ല, ഹാജരാക്കുന്നില്ല. പിന്നെ എങ്ങനെ ഞാൻ ഒരു വക്കീലുമായിട്ട് പോയി അവിടെ ഇതിനെതിരെ നിൽക്കും? നിങ്ങൾ തന്നെ പറയൂ. പക്ഷേ എനിക്ക് ഒരു കാലത്ത് നീതി കിട്ടുമെന്ന് ഉറപ്പില്ല. കാരണമെന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് നടന്ന സിദ്ധാർത്ഥൻ്റെ കൊലപാതകം, അതുപോലെ നടന്ന പല ക്യാമ്പസ് പീഡനങ്ങളും, അതിന് എല്ലാം ഉപരി എൻ്റെ മോനെ നിതിൻ രാജിനെ അവർ കൊലപ്പെടുത്തിയ ആ കേസ്, അവർ വളരെ മ്ലേച്ഛകരമായ രീതിയിലാണ് ഇത് അന്വേഷിക്കുന്നത്. ആ ACPയുടെ ഭാഗത്തു നിന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. ഒരു ക്ലിപ്പിംഗ് പോലും ഞങ്ങളെ കാണിച്ചിട്ടില്ല. അദ്ദേഹം ഒരു നിലവാരം കുറഞ്ഞ ഒരു ഫോണിൽ അദ്ദേഹം കാണിച്ചത് എന്തെന്നോ, ആ പ്രിൻസിപ്പാളിൻ്റെ റൂമിലിരിക്കുന്ന ആ ഒരു വീഡിയോ മാത്രം കാണിച്ചു. ബാക്കി എൻ്റെ മകൻ സ്റ്റാഫ് റൂമിലോട്ട് വരുന്നതോ പുറത്ത് വരുന്നതോ മെഡിക്കൽ കോളേജിലോട്ട് കയറിപ്പോകുന്നു എന്ന് പറയുന്നു. ആ വിഷ്വൽസ് ഒന്നും കാണിക്കുന്നില്ല. ചാടുന്നതില്ല, വീഴുന്നതില്ല, വീഴുന്ന് കിടക്കുന്നതേ ഉള്ളൂ. അവർ കണ്ടില്ല, വേറെ ആരാണോ കണ്ടത്? ഇതിലെല്ലാം ദുരൂഹതയാണ്. ഇതെല്ലാം മൊത്തത്തിൽ മോൻ ഗ്ലാസ് വെച്ചുകൊണ്ടാണ് നടക്കുന്നത്. ആ ഗ്ലാസ് ഒരു ഭാഗത്ത് മാറ്റി വെച്ചിരിക്കുന്നു. ഗ്ലാസ് വയ്ക്കുന്ന ആ ഭാഗത്ത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൊന്നും പോറലോ ഒരു ചതവ് പോലുമില്ല. പിന്നെ ഇത് കൊലപാതകമല്ലാതെ എന്താണ്? കൊലപാതകം തന്നെയാണ്. ഇവരതിന് ഉത്തരം പറഞ്ഞേ പറ്റുള്ളൂ. പക്ഷേ അവർ ഉരുണ്ട് കളിക്കുകയാണ്. പ്രതികൾ വൻ സാമ്പത്തികവും രാഷ്ട്രീയവും ഉപയോഗിച്ച് ഞങ്ങൾക്കെതിരെ തിരിഞ്ഞ് പോലീസുമായിട്ട് ഒത്തുകളിക്കുകയാണെന്നാണ് എൻ്റെ സംശയം. പിന്നെ പറയാനുള്ളത്, ഈ അധ്യാപകരുടെ, അതായത് പ്രിൻസിപ്പൽ റൂമിൽ നടന്ന ആ കിരാതമായ എൻ്റെ മകനെ ചോദ്യം ചെയ്യൽ, അതിൽ 5 പേരും പ്രതികളാണ്. അതിലേതൊരു സംശയമില്ല. കാരണം ഞങ്ങൾ വിളിക്കുമ്പോഴേക്ക് 11:30 മകനെ വിളിക്കുമ്പോഴേക്ക് വളരെ സന്തോഷവനായിരുന്നു. അമ്മ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, സഹോദരിയോടെ പറഞ്ഞ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് ഇത്ര മണിവരെ ക്ലാസ്സുണ്ട്, 3:30 റൂം വെക്കേറ്റ് ചെയ്ത് 5:30 ഞാൻ ട്രെയിന് കയറി 6 മണിക്ക് ഞാൻ വീട്ടിൽ എത്തും എന്ന് പറഞ്ഞ എൻ്റെ മകനെ ഇവരെ കൊല്ലുകയല്ലാതെ അവൻ ചാടുകയല്ല ചെയ്തത്. അതുപോലെ തന്നെ ഇത്രയും ദിവസമായിട്ടും ഈ അധികാരികളുടെ കണ്ണു തുറപ്പിക്കുന്ന ഒരു സമീപനവും എല്ലാ കുട്ടികളും, അതായത് ആ ക്ലാസ്സിൽ പഠിക്കുന്ന അനേകം കുട്ടികൾ, അവർക്കുണ്ടായ വീഴ്ചകൾ
ജാതി പറഞ്ഞ് അധിക്ഷേപിക്കുന്നത്, മതത്തിൻ്റെ പേരിൽ, നിറത്തിൻ്റെ പേരിൽ, പല വിവേചനങ്ങളുടെ പേരിൽ റാമും സംഗീതയ്ക്കെതിരെ എൻ്റെ മകൻ കഴിഞ്ഞ മാസം 13, 14 തീയതികളിൽ ഫോട്ടോ അയച്ചിരുന്നു. എൻ്റെ ഇളയ മകളുടെ ഫോണിലേക്ക് ഫോട്ടോ അയച്ചിരുന്നു. പക്ഷേ അത് തെളിവായി കൊടുത്തിട്ട് പോലും സംഗീതയ്ക്കെതിരെ, സംഗീത നമ്പ്യാർക്കെതിരെ ഒരു പരാതി പോലും അവരെടുക്കുകയോ അവരെ അറസ്റ്റ് ചെയ്യുകയോ ചെയ്തത്. എൻ്റെ മകനെന്ത് സ്വപ്നം കണ്ടുകൊണ്ടാണ് ആ ഫോട്ടോ 13-ാം തീയതി കഴിഞ്ഞതിൻ്റെ അങ്ങേ മാസം 13-ാം തീയതി ഫോട്ടോ അയച്ചത്. ഇവരാണ് എന്നെ പീഡിപ്പിക്കുന്നത്. ഇവർ മുഖാന്തരം എനിക്ക് കോളേജിൽ നടക്കാൻ വയ്യ എന്ന് പറയുന്ന ആ വിഷ്വലുകളെല്ലാം ഹാജരാക്കിയിട്ട് എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യാത്തത്? അപ്പോൾ ഞങ്ങൾ പാവപ്പെട്ടവരാകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തത്. ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടത്? നേരെ തിരിച്ച് വണ്ടി കയറി പോകണം. കാരണം മോൻ്റെ അമ്മയ്ക്ക് തീരെ സുഖമില്ല, കുറേ ദിവസം കൊണ്ട് ഹോസ്പിറ്റലിലാണ്. ഇന്ന് വരെ ആഹാരം കഴിച്ചിട്ടില്ല, ചായയും വെള്ളയും മാത്രമാണ് കുടിക്കുന്നത്. പിന്നെ ഷുഗറെല്ലാം കുറഞ്ഞു വരുന്നു. ഇതൊക്കെ ആര് കാണുന്നു? ഇനി ഇതിൻ്റെ പേരിൽ ഞങ്ങളെ കൂടെ കൊല്ലാനാണ് അധികാരികൾ ശ്രമിക്കുന്നത്. അതെ, മൊഴി കൊടുക്കുന്നത്. എനിക്കിതിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. ഈ സെക്ഷൻ ആക്ട് പ്രകാരം 161 ആക്ട് പ്രകാരം വീഡിയോ ചിത്രീകരിക്കാൻ പാടില്ല. അവരെ അറിവോ സമ്മതമോ ഇല്ലാതെ ചിത്രീകരിക്കാൻ പാടില്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ അത് ചിത്രീകരിച്ചു. പക്ഷെ അതൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. ഇപ്പോഴാണ് എന്നെ അതുപോലെയുള്ള കള്ളക്കേസിലും കൂടെ കൊടുക്കാൻ നോക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു. ഇത് മനഃപൂർവ്വം വൈരാഗ്യപൂർവ്വം ഇവർ ഓരോ കാര്യങ്ങൾ ചെയ്തു വയ്ക്കുന്നതാണ്.